നമ്മളൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരുപാട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാറ് ഇൻസ്റ്റാൾ ചെയ്യാറൊക്കെ ഉണ്ടല്ലേ. പക്ഷേ എങ്കിലും ചില ആപ്പുകളൊന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഫോണിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഇൻസ്റ്റാൾഡായി കാണിക്കും, പക്ഷേ എന്നാലും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു വർക്കിംഗ് കിട്ടണമെന്നില്ല. നമ്മൾ ഈ പ്ലേ സ്റ്റോറിനകത്ത് റിവ്യൂസ് വായിച്ചിട്ടും അതിൻ്റെ റൈറ്റിംഗ് നോക്കിയിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ എങ്കിലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കിട്ടാറില്ല. അതിന് കാരണം അവരിട്ടുള്ള റിവ്യൂ വ്യത്യസ്ത ഫോണുകളിൽ നിന്നാണ് എന്നുള്ളതാണ്. നമ്മുടെ ഇതേ സെയിം ഫോണിൽ നിന്ന് വന്നിട്ടുള്ള റിവ്യൂസാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വരുന്ന റിവ്യൂസും നോക്കിക്കൊണ്ട് മാത്രം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ നമുക്ക് ആ ഒരു ആപ്പ് നല്ലതായിരിക്കും. അപ്പോൾ ഈ പ്ലേ സ്റ്റോറിനകത്ത് തന്നെ നമ്മുടെ ഇതേ സെയിം മോഡൽ ഉപയോഗിച്ചിട്ട് റിവ്യൂസ് ഇട്ടിട്ടുള്ളവരുടെ റിവ്യൂ മാത്രം നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ പ്ലേ സ്റ്റോറിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു റിവ്യൂ നോക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഇതേ സെയിം മോഡലിൽ നിന്ന് വന്നിട്ടുള്ള റിവ്യൂസ് നമുക്ക് നോക്കിക്കൊണ്ട് കൂടുതലും പോസിറ്റീവ് കമൻറ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. നെഗറ്റീവ് കമൻറ്റാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമുക്ക് പാടെ അത് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്പ് ഏതാണോ അത് ഇവിടെ നമ്മളൊന്ന് സെർച്ച് ചെയ്യുക. ഞാനിവിടെ IR റിമോട്ട് എന്നുള്ള ഒരു ആപ്പാണ് എൻ്റെ ഫോണിൽ സപ്പോർട്ടീവ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ മൂന്നാമത്തെ ഓപ്ഷനിലായിട്ടുള്ള IR റിമോട്ട് കൺട്രോൾ ഫോർ TV ആൻഡ് AC എന്നുള്ള ഈ ഒരു ആപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെ കാണാം റൈറ്റിംഗ് ആൻഡ് റിവ്യൂ എന്നുള്ള ഒരു ഭാഗം. ഇതിന് നേരെ കാണാം ഒരു ആരോ മാർക്ക്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിവ്യൂസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റേത് സെയിം ഫോൺ ഉപയോഗിക്കുന്നവരിൽ നിന്ന് വന്നിട്ടുള്ള റിവ്യൂസ് ആണോ അല്ലയോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് എൻ്റെ ഇതേ സെയിം ഫോൺ ഉപയോഗിച്ച് റിവ്യൂ ചെയ്തിട്ടുള്ളവരുടെ റിവ്യൂസ് മാത്രമാണ് എനിക്ക് കാണേണ്ടത്. അതിൽ പോസിറ്റീവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും, നെഗറ്റീവാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഞാനത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനുവേണ്ടി മുകളിൽ കാണുന്ന മോസ്റ്റ് റിലവൻറ്റ് എന്നുള്ള ഒരു എഴുത്ത് ഇവിടെ കാണുന്നുണ്ട്. ഇതിന് നേരെ കാണാൻ 3 ലൈനുകൾ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റിലായിട്ട് ദിസ് ഡിവൈസ് മോഡൽ എന്നുള്ള ഒരു ഭാഗം കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണാം അപ്ലൈ എന്നുള്ളത്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ ഇത് സെയിം ഫോൺ ഉപയോഗിച്ചിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരാളുടെ റിവ്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നോട്ട് വർക്കിംഗ് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എൻ്റെ ഈ ഫോണിൽ ഇതേ സെയിം ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റിവ്യൂ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഫോണിൽ ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഡാറ്റയും നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണുന്നതിലേക്കും ബൈ.